ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രണ്ട് സ്പെഷ്യൽ വിഭവങ്ങളാണ്. ഒന്ന് ഫ്രൈഡ് ചപ്പാത്തിയും രണ്ട് മെക്സിക്കൻ വിഭവമായ ഗോക്കമോളിയും. അപ്പോൾ ഗോക്കമോളിയെ പറ്റിയിട്ട് നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാനിവിടെ ഈ മെക്സിക്കൻ വിഭവത്തിൻ്റെ എക്സാക്റ്റ് റെസിപ്പി ഒന്നുമല്ല കാണിക്കുന്നത്, കുറച്ച് മാറ്റത്തിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഫ്രൈഡ് ചപ്പാത്തി ഉണ്ടാക്കാം. ഫ്രൈഡ് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ള മാവെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെയല്ല. ഞാനിവിടെ ഇപ്പോൾ നമ്മൾ 6 സ്പൂൺ ഗോതമ്പ് പൊടി എടുക്കുകയാണെങ്കിൽ 3 സ്പൂൺ കടലമാവ് എന്ന കണക്കിന് ചേർത്തിരിക്കുകയാണ്. അതായത് നമുക്ക് ഈ ഗോക്കമോളി കൂട്ടി കഴിക്കാനുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മൾ ഈ നാച്ചോസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നമുക്ക് നാച്ചോസ് ഉണ്ടാക്കും നമ്മൾ. ആ നാച്ചോസ് നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെയാണ് ഞാനിപ്പോൾ ഈ ചപ്പാത്തി കടലമാവ് ചേർത്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവിൻ്റെ ഇരട്ടി അളവിൽ ഗോതമ്പ് മാവിൻ്റെ പകുതി അളവിൽ നമ്മൾ കടലമാവ് എടുത്തു. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തു. പിന്നെ നമ്മൾ ലേശം മുളക് പൊടി മാത്രം ചേർത്തു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എള്ളൊക്കെ ചേർക്കാം കേട്ടോ. വെളുത്ത എള്ള് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അതൊക്കെ ചേർക്കാം. കാരണം അത് ആ എള്ളിങ്ങനെ വറുത്ത ഫ്ലേവർ കിട്ടും. നമ്മൾ നാച്ചോസിലൊക്കെ എള്ള് ചേർക്കും. അപ്പോൾ അതുപോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. പക്ഷെ ഞാനിപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ മുളക് പൊടി ഉപ്പ് തന്നെ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ പച്ച വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. പിന്നെ നമ്മൾ സമോസ ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഗോക്കമോളി വാങ്ങിച്ചിട്ട് നമുക്കിതുപോലെ എന്തെങ്കിലും ഫ്രൈഡ് ഐറ്റംസ് മേടിച്ച് കൂട്ടി കഴിക്കാം. അപ്പോൾ നമ്മൾ രണ്ടും വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫ്രൈഡ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഈ ഫ്രൈഡ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഫ്രൈഡ് ചപ്പാത്തിയും ഗോക്കമോളിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മെക്സിക്കൻ വിഭവമായിട്ടുള്ള ഗോക്കമോളി അവരുണ്ടാക്കുമ്പോൾ നമ്മുടെ പോലെ എന്താ പറയുക, ഒനിയൻ അങ്ങനെയൊന്നും ചേർക്കില്ല. അവർ ഏറ്റവും കുറഞ്ഞ ചേരുവയിലാണ്, അതായത് നമ്മുടെ അവോക്കാഡോയ്ക്ക് ഏറ്റവും പ്രധാനം കൊടുത്തിട്ടാണ് അവർ ഗോക്കമോളി ഉണ്ടാക്കാറ്. പക്ഷേ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാലഡ് രൂപത്തിൽ കഴിക്കാനായിട്ട് ഇഷ്ടമായതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ ചേർക്കും. ഇപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരിട്ടിട്ട് ചപ്പാത്തി പരത്തിയിട്ട് പോയി വറുക്കരുത്. അപ്പോൾ നമുക്കൊരു പൂരിയുടെ ടേസ്റ്റാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞത് ഫ്രൈഡ് ചപ്പാത്തി എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചുട്ടെടുക്കണം. ഒന്ന് ചുട്ടെടുത്തിട്ട് വേണം നമ്മൾ പിന്നെ പീസാക്കിയിട്ട്. അപ്പോൾ ചുട്ടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചപ്പാത്തി പോലെ അത്രയ്ക്കിന് മൊരിഞ്ഞോ അല്ലെങ്കിൽ ഒറ്റപ്പോളായിട്ട് പൊന്തിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല. നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മതി. വേവിച്ചതിന് ശേഷം വറുക്കുമ്പോഴാണ് രുചി. ഇപ്പോൾ നമ്മൾ സമോസ കണ്ടിട്ടില്ലേ? നമ്മൾ സമോസ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ്? സമോസ ഗോതമ്പ് പൊടി മൈദയും കൂടിയിട്ട് എടുത്തിട്ട് നമ്മൾ കുഴച്ചിട്ട് ആദ്യം നമ്മളൊന്ന് ചുടും. അതിന് ശേഷമാണ് മുറിച്ചിട്ട് നമ്മളതിൽ ഫില്ലിങ് വെച്ചിട്ട് നമ്മൾ സമോസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ രുചി കൂടുതൽ വേവിച്ചതിന് ശേഷം വറുക്കുമ്പോൾ. അപ്പോൾ നമ്മളവിടെ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗോക്കമോളി ഉണ്ടാക്കാൻ നോക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ള ശരിക്കും പറഞ്ഞെങ്കിൽ ഒരു മെക്സിക്കൻ ചമ്മന്തിയാണ് നമ്മുടെ ഈ ഗോക്കമോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവോക്കാഡോ എടുക്കുക. അവോക്കാഡോ എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 എടുത്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒപ്പം 1 ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 1 എടുത്തു. നന്നായി പഴുത്ത് നോക്കിയെടുക്കുക, കാരണം നമുക്കത് ഉടച്ചെടുക്കേണ്ടതാണ്. പിന്നെ ഈ ഗോക്കമോളിക്ക് നമ്മൾ അവോക്കാഡോ ഉടയ്ക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചിങ്ങനെ പീസാക്കിയിട്ടാണ് ആളുകൾ ഉടച്ചെടുക്കുക. എന്നിട്ട് ഒരു പീസ് കൊടുത്തിട്ട് അതിൽ നമ്മൾ ചേർക്കുന്ന ലൈം ജ്യൂസും പിന്നെ ചിലർ മല്ലിയില അങ്ങനെ പലരും ഫ്ലേവറിന് വേണ്ടിയിട്ട് പലതും ചേർക്കും. പക്ഷേ നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവോക്കാഡോ കഴിക്കാൻ കിട്ടണം. പക്ഷെ ഞാനിവിടെ ശരിക്കും നല്ല ഇങ്ങനെ സ്മാഷ് ചെയ്ത് ചമ്മന്തി പരുവത്തിലാക്കിയിട്ട് എടുക്കുകയാണ് അവോക്കാഡോനെ. എന്നിട്ട് എനിക്കതിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർക്കണം. ഞാൻ സവോളയും പിന്നെ തക്കാളിയും മല്ലിയിലയും ഒക്കെ ചേർക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ക്യാബേജ് ചേർക്കണമെങ്കിൽ ക്യാബേജൊക്കെ ചേർക്കാം കേട്ടോ. അത് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞെങ്കിൽ ഇതിൽ അവോക്കാഡോ ആണ് അതിൻ്റെ താരം. പിന്നെ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അതേ റെസിപ്പി അല്ലല്ലോ എടുക്കുന്നത്, അവരുടെ പേരെടുക്കുന്നു. റെസിപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മുടെയാണ്. അതായത് അവർ അവോക്കാഡോ ഉടച്ചിട്ട് ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് കുറച്ച് വ്യത്യാസപ്പെടുത്തി നമ്മുടെ രുചിക്കനുസരിച്ച് നമ്മളത് മാറ്റിയിട്ട് എടുക്കുന്നു. പിന്നെ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒലിവ് ഓയിലൊക്കെ ചേർക്കും. ഞാൻ ഇവിടെ ഒലിവ് ഓയിലൊന്നും ചേർക്കുന്നില്ല, ലൈം ജ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ഇഷ്ടമാണെങ്കിൽ വേറെ ഓയിലൊന്നും ചേർക്കരുത് കേട്ടോ. ചേർക്കുന്നുണ്ടെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ ചേർക്കണം. കാരണം ഇതിൽ ഏറ്റവും ചേർന്ന് പോകുന്ന ഓയിൽ എന്ന് പറയുന്നത് എക്സ്ട്രാ വെർജിൻ
ഒലിവ് ഓയിലാണ്. അതാണ് ഏറ്റവും നന്നായിട്ട് ചേർന്ന് പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല, പക്ഷെ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അതും കൂടെ ചേർത്തിട്ടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗോക്കമോളി റെഡി. അതായത് അവോക്കാഡോ ഉടച്ചതും സവോള, തക്കാളി, പിന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. അവർ ജാലപ്പീനോ ഒക്കെ ചേർക്കാം. നമുക്കിവിടെ അതൊന്നും കിട്ടില്ല. കിട്ടുന്നവർക്ക് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അവിടെ മുളകൊന്നും ചേർത്തിട്ടില്ല. വേണ്ടവർക്ക്, എരിവിന് വേണ്ടവർക്ക് അത് ചേർക്കാം. അപ്പോൾ ഞാൻ ആകെ 3-4 സാധനങ്ങൾ മാത്രം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഗോക്കമോളി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മളവിടെ ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തണുത്തതിന് ശേഷമാണ് നമ്മൾ വറുത്തെടുക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കിത് അവോക്കാഡോ നമുക്ക് ചിലപ്പോൾ ശരിക്കും കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ആയാലും മതി കേട്ടോ. ഇതിനൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇനി നമ്മളിത് പീസാക്കുക. അപ്പോൾ നമുക്ക് ചപ്പാത്തി പീസാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ആകൃതിയിൽ വേണമെങ്കിലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഈ ചപ്പാത്തി മുറിച്ച് കഷ്ണങ്ങളാക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, ചെറിയ പീസാക്കിയിട്ട്, അതായത് നമുക്ക് ഒരു പീസ് എടുത്തിട്ട് ഈ ഗോക്കമോളി ഇതിങ്ങനെ കോരി എടുത്തിട്ട് കഴിക്കുക. അതായത് ഒറ്റ ട്രിപ്പിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള പോലെയാണ് ഞാൻ ഇവിടെ പീസാക്കുന്നത്. നിങ്ങൾ അതുപോലെ പീസാക്കി എടുക്കുക. പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയും പിന്നെ കടലമാവാണല്ലോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയും പിന്നെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എന്നാലും മൈദ മാത്രമായിട്ടായാലും മതി. മൈദ ഇതുപോലെ കുഴച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താലും ഇതുപോലെ നല്ല ക്രിസ്പായിട്ട് കിട്ടും. മൈദ ചേർക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കടലമാവൊന്നും ചേർക്കണ്ട, മൈദ മാത്രം ചേർത്താൽ മതി. പക്ഷേ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ എന്തെങ്കിലും പൊടികൾ വേണമെങ്കിൽ ആ മൈദയിൽ ചേർക്കാം. അപ്പോൾ ഞാനിതെല്ലാതും പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെന്തിട്ടുള്ളതാണ് ചപ്പാത്തി. അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട ഉടനെ തന്നെ ഇത് മുരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത് നിന്ന് മാറരുത്. ഇട്ട ഉടനെ തന്നെ നമുക്കത് ഇളക്കി കോരി എടുക്കണം. കാരണം 1 സെക്കൻഡ് വൈകുമ്പോഴേക്കും അത് മുരിഞ്ഞു പോകും. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. പിന്നെ നമുക്കിങ്ങനെ ഒരുപാടെണ്ണം ഒരുമിച്ചിട്ടിട്ട് വറുക്കാട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് കുറച്ചിട്ട് നോക്കി, അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പെട്ടെന്ന് വേവുന്ന്. അപ്പോൾ നിങ്ങൾ അതുപോലെ ചീനച്ചട്ടിയിൽ വറുക്കാണ് കുറച്ചും കൂടെ നല്ലത്. ഞാനിപ്പോൾ ഫ്രൈങ് പാൻ എടുത്തത് കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇളക്കാനായിട്ട്. അപ്പോൾ ചീനച്ചട്ടി ഞാൻ ഒരുപാട് ഒരുമിച്ചിടാമെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ഞാൻ ഈ ഫ്രൈങ് പാൻ എടുത്തത്. പക്ഷേ നമുക്ക് ഒരുപാട് ഒന്നിച്ചിടാം, പക്ഷേ ഇളക്കാനും മറിക്കാനൊക്കെ ഈ ഫ്രൈങ് പാനിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചീനച്ചട്ടി ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും കടായി, അതായത് നമ്മളിങ്ങനെ കുഴിയായിട്ടുള്ള എന്തെങ്കിലും ഇതിൽ നമ്മൾ വറുത്തെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾ ഇട്ട ഉടനെ തന്നെ ഇളക്കുക, എടുക്കുക. അത്ര പെട്ടെന്ന് ഇത് മൊരിയും. കാരണം നമ്മൾ വളരെ കനം കുറച്ച് പരത്തിയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ നമ്മുടെ ഗോക്കമോളിയും ഈ ഫ്രൈഡ് ചപ്പാത്തി നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ വൈകുന്നേരമൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇത്. അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി ഉണ്ടായാലും മതി. നമുക്ക് കടലമാവ് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് കുറച്ച് വ്യത്യാസപ്പെടുന്നുള്ളൂ. അതായാലും നമുക്ക് പീസാക്കി വറുത്ത് അവോക്കാഡോ ഉണ്ടെങ്കിൽ അത് ഉടച്ച് നമുക്ക് ഈ ഗോക്കമോളി ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് വൈകുന്നേരത്തേക്ക് ഒരു വിഭവമാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി വിഭവമാണ് നമ്മുടെ ഫ്രൈഡ് ചപ്പാത്തിയും ഗോക്കമോളിയും. കുറേ പേർക്ക് ഇത് അറിയുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്.